ഇന്നലെ രാത്രി വരെ വന്ന കോൾ, ഇന്നലെ രാത്രി എനിക്ക് 12:45 കോൾ വരുന്നത്. ഒരു പാരന്റിന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സാം ലിസ്റ്റിൽ ചിലപ്പോൾ 660 670 മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ കുട്ടി ചിലപ്പോൾ വരാൻ പോകുന്ന എക്സാമിൽ ചിലപ്പോൾ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പോയേക്കാം. അഥവാ എന്തെങ്കിലും എക്സാംസിൽ നിനക്ക് വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോനെ, നമ്മുടെ മുന്നിൽ അടുത്തൊരു ഓപ്ഷനും കൂടെ ഉണ്ടെന്നുള്ളത് പാരൻസ് അവനെ സ്വപ്നം കാണിക്കണം. ഈ വരാൻ പോകുന്ന ജൂൺ 21 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന ഞങ്ങളുടെ സ്വന്തം കുട്ടികളുടെ പാരൻസിനോടാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ പാരൻസും, നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ മക്കളുടെ പാരൻസും ഈ വീഡിയോ കാണണം. ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഈ 21 നമ്മുടെ മക്കൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോകുമ്പോൾ അവരുടെ മുഴുവൻ കോൺഫിഡൻസോടുകൂടെ തന്നെ അവർക്ക് പോകാൻ പറ്റണമെന്നാണെങ്കിൽ ഇനിയുള്ള 10 ദിവസങ്ങൾ എല്ലാ പാരൻസും മക്കളുടെ കൂടെ തന്നെ നിന്നേ പറ്റും. ഇത്രയും കാലം ഞങ്ങൾ നിന്നിട്ടില്ലേ, ഇനിയും ഞങ്ങൾ അതേപോലെ തന്നെ നിൽക്കും. ഇത് പറയുന്ന പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെ നിങ്ങളെല്ലാവരും നിന്നിട്ടുണ്ട്. അതിനേക്കാളും കൂടുതൽ അവരുടെ കൂടെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് എല്ലാ പാരൻസും ഉണ്ടാവും. കാരണം എന്താണെന്ന് തന്നെ ഞാൻ പറയാം. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കുറേ വാർത്തകൾ കേൾക്കുന്നുണ്ട്. അതായത് ഈ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നീറ്റ് എക്സാമിന് ശേഷം എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് അത്യാവശ്യം നല്ല സ്കോർ വരുമെന്ന് പ്രതീക്ഷിച്ച മക്കൾ, അവർക്ക് പിന്നീട് അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവർ ഡൗൺ ആണ്. അതുകൊണ്ട് തന്നെ ചില സൂയിസൈഡ് അറ്റംപ്റ്റുകൾ അതിൽ തന്നെ ഈ ലോകത്തിൽ നിന്ന് തന്നെ പോയ മക്കളെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൽ വരെ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ കാസർഗോഡുള്ളൊരു കുട്ടി ഇതുപോലെ തന്നെ ഒരു ഹോസ്റ്റലിനുള്ളിൽ മരണപ്പെട്ടു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മളെ മക്കളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. ഈ MBBS എല്ലാം തീരുമാനിക്കുന്നത്. പല മക്കളുടെ ഇപ്പോഴുള്ളൊരു ചിന്തയാണ്, ജീവിതത്തിൽ MBBS കിട്ടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെയോ ഇല്ലാണ്ടായിപ്പോയി. ആ ഒരു സാധനം പാരൻസ് നിർബന്ധമായിട്ട് മാറ്റിക്കൊടുക്കണം. കഴിഞ്ഞ തവണ നടന്നേക്കുന്ന നീറ്റ് എക്സാം അത്യാവശ്യം ഈസി പേപ്പറായിരുന്നു. ബയോളജിയിൽ പലരും മുഴുവൻ മാർക്കുകളും വാങ്ങിച്ചു. നമ്മുടെ ഇവിടെ തന്നെ 10-ലധികം മക്കൾ ബയോളജിയിൽ മുഴുവൻ മാർക്ക് വാങ്ങിച്ചപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇതേപോലെ തന്നെ എക്സാംസ് കുറച്ച് ഈസി ആകുമ്പോൾ ചില കുട്ടികൾ എപ്പോഴും എല്ലാ ലിസ്റ്റിലും ഉണ്ടാവും. ചില ആളുകൾ എക്സാംസ് ഈസി ആവുന്ന എക്സാംസിൽ അവർ ടോപ്പ് നല്ല രീതിയിൽ എക്സാമിന് പെർഫോം ചെയ്യും. ചില ആൾക്കാർ ടഫാവുന്ന എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഈ പ്രാവശ്യത്തെ എക്സാം ലിസ്റ്റിൽ ചിലപ്പോൾ 660 670 മാർക്ക് വാങ്ങിച്ചൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക. പക്ഷെ ആ കുട്ടി ചിലപ്പോൾ വരാൻ പോകുന്ന എക്സാമിൽ ചിലപ്പോൾ ലിസ്റ്റിൽ പോലും ഇല്ലാതെ പോയേക്കാം. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ആ കുട്ടിയുടെ മാനസികാവസ്ഥ വല്ലാത്ത രീതിയിലാണ് ഇപ്പോഴുള്ളത്. എക്സാമിന് റിസൾട്ട് വന്നപ്പോൾ, റിസൾട്ടല്ല എക്സാം കഴിഞ്ഞപ്പോൾ, എക്സാമിന് മാർക്കുകൾ കൂട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം ഏറ്റവും ടോപ്പ് റിസൾട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് അതും കണ്ട് വീട്ടിനുള്ളിൽ നിങ്ങളോടല്ല പകരം നാട്ടുകാരോടും ഫ്രണ്ട്സിനോടും എല്ലാവരോടും ഷെയർ ചെയ്തിട്ട് എന്തായാലും ആ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരുന്ന മക്കളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. ആ കുട്ടികൾക്ക് വീണ്ടും ഒരു റീ എക്സാം നടക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ അന്ന് പെർഫോം ചെയ്യാൻ പറ്റിയതുപോലെ പറ്റാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മക്കൾ ഡൗൺ ആവും. ഉറപ്പായിട്ടും മക്കൾ ഡൗൺ ആവും. പക്ഷേ അവരെ ഡൗൺ ആവാതെ, അവരെ വിഷമത്തിലേക്ക് കൊണ്ടുപോകാതെ അവരെ കൊണ്ടുപോകേണ്ടത് നിങ്ങൾ പാരൻസ്, ഓരോ ആളുകളുമാണ്. പാരൻസ് ഈ സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന സപ്പോർട്ടായിരിക്കും അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. എല്ലാവരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ വർഷം മോനെ നിന്റെ അവസാനത്തെ വർഷമാണ്, എന്തായാലും വാങ്ങിക്കണേ, എനിക്ക് വീണ്ടും ഒരു ചാൻസ് കിട്ടിയാണ്, നീ ഒന്നും കൂടി ഇമ്പ്രൂവ് ആക്കണേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പാരൻസിനോട് പറയാനുള്ളത്, അഥവാ എന്തെങ്കിലും എക്സാംസിൽ നിനക്ക് വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ മോനെ, നമ്മുടെ മുന്നിൽ അടുത്തൊരു ഓപ്ഷനും കൂടെ ഉണ്ടെന്നുള്ളത് പാരൻസ് അവനെ സ്വപ്നം കാണിക്കണം. നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഇതെല്ലാം നമുക്ക് വലുത്, നമുക്ക് വേണ്ടത് നിന്നെയാണ്. നീ നല്ല എഡ്യൂക്കേഷനിലേക്ക് പോകും, നീ നല്ല വിദ്യാഭ്യാസത്തിലേക്ക് പോകും, നിനക്ക് വേണ്ടത് എന്താണെങ്കിലും ഈ പാരൻസ് തരും. അതല്ലാതെ മോനെ നമുക്ക് എക്സാംസിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കരയല്ല വേണ്ടത്. നീ വിഷമിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഈ പാരൻസിന് വേദനിക്കും, എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേദനിക്കും. അതായിരിക്കണം ആ മോൻ്റെ ഉള്ളിൽ, ആ മോളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ടത്. അല്ലാതെ നമ്മൾ വീണ്ടും ഭയങ്കരമായിട്ടുള്ള ഹോപ്പ് കൊടുത്തുകൊണ്ട് വീണ്ടും അവരുടെ അടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ ഉണ്ടാവാൻ പോകുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. പേടി കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടി വരുന്നത്. കാരണം ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിലും ഞങ്ങളുടെ പാരൻസിനിടയിലും സംസാരിക്കുന്നതും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും
കേൾക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമം കൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. കാരണം ഓരോന്നും ഓരോ ന്യൂസുകൾ കാണുമ്പോൾ പാരൻസ് വിഷമിക്കുന്നുണ്ട്. അവർക്ക് പേടിയാവാണ് ഇനി എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന്. ഇന്നലെ രാത്രി വരെ വന്ന കോൾ, ഇന്നലെ രാത്രി എനിക്ക് 12:45 കോള് വരുന്നത്. ഒരു പാരന്റിന് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ പ്രശ്നം കുറച്ച് നേരം മുന്നേ 7:30 മണിക്ക് വിളിച്ചേക്കുന്ന ഒരു കുട്ടി ഹോസ്റ്റലിൽ നിന്ന് വിളിച്ച ഫോൺ കോളിന് ശേഷം കരഞ്ഞപ്പോൾ പാരൻസിന് പിന്നെ വിഷമം തന്നെ. രാത്രി സമയത്ത് ആ നട്ടപ്പാതിരൊക്കെ എന്നെ വിളിക്കുമ്പോൾ സാറേ സോറി പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ ആ സോറി പറയുന്ന അങ്ങേ തലക്കിന്ന് ഭയങ്കര ഇടർച്ച വീണ ഒരു ശബ്ദത്തിലാണ് സംസാരിക്കുന്നത്, കരച്ചിലോടുകൂടിയാണ് സംസാരിക്കുന്നത്. പേടിയാവുന്നു ഞങ്ങളുടെ കുട്ടിയുടെ കാര്യം എന്താവുന്നു. പാരൻസ് ടെൻഷനാവാൻ നിൽക്കരുത്. നിങ്ങളെക്കാളും വലുതായിട്ട് അവർക്കൊന്നുമില്ല. ഞങ്ങൾ ഓരോ തവണയും ഓരോ മക്കളോട് സംസാരിക്കുമ്പോഴും നമുക്കറിയാം പാരൻസിനെ കുറിച്ചും അവരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചും അവർ വീട്ടിൽ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ അവരുടെ ഒരു സന്തോഷം എന്താണെന്നൊക്കെ പറയുമ്പോണ്ടല്ലോ ഓരോ മക്കളുടെയും കണ്ണീര് വരുന്നതാണ്. കാരണം എന്താ പറയുക, അത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്ന നിങ്ങളെയാണ്. നിങ്ങൾ ചേർത്ത് പിടിച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവില്ല. നാളെ അവർക്ക് ആർക്കെങ്കിലും അവർ വിചാരിച്ച രീതിയിൽ 21-ാം തീയതി പെർഫോം ചെയ്യാൻ പറ്റാതെ പോയാലും അവർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കും നിങ്ങളുടെ കൈകളിൽ. നിങ്ങൾ അവർ ചേർത്ത് പിടിക്കണം. നിങ്ങൾ ഇപ്പം മുതലേ അവരെ ചേർത്ത് പിടിക്കണം. ഇപ്പം മുതലേ അവരുടെ ഉള്ളിൽ അവരോട് ഇത് നമുക്ക് നീ ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതടാ, എന്നെ കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നീ നന്നായിട്ട് പഠിച്ചല്ലേ ഇതുവരെ, നീ ടെൻഷനില്ല, നീ കൂളായിട്ട് പോയിട്ട് എഴുത്, ഇതില്ലേ നമ്മുടെ മുന്നിൽ വേറെ എന്തെങ്കിലും എത്രയൊക്കെ ഓപ്ഷൻസ് ഉണ്ടാ, അതുപോലെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പാരൻസിന് പറ്റണം. അതല്ല ഇത് മാത്രമേ ഉള്ളൂ മോനെ, ഇത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ, ഈ ഡോക്ടറായിട്ട് കാണാൻ മാത്രമാണ് ഈ പാരൻ്റ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അമ്മ എന്നെ എന്തോ ഒരു ആഗ്രഹം ഈ ഡോക്ടറായിട്ട് കാണുന്നത്, മോനെ ഈ ഡോക്ടറായിട്ട് തന്നെ വരണം, എൻ്റെ മുന്നിൽ ഇപ്പോഴും 10 ദിവസം ഉണ്ട് മോനെ ഈ ഡോക്ടർ ആവണടാ, ഈ ഡോക്ടറായിട്ട് വേണം അമ്മയ്ക്കൊന്ന്. അതല്ല, ആ സംസാരത്തിന് ഇനി പ്രസക്തിയില്ല, അത് പറയരുത് നമ്മളിനി പ്ലീസ്. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം നമ്മുടെ കുട്ടികൾക്കിടയിൽ കാണുന്നുണ്ട് അവരുടെ ഇപ്പോഴുള്ള സ്ട്രെസ്സ്. ഒരിക്കലും കഴിഞ്ഞ May 1 സൺഡേ നമ്മുടെ മക്കൾ എക്സാമിനേഷൻ ഹാളിലേക്ക് പോയതുപോലെയുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല അവരിനി പോകാൻ പോകുന്നത്. അന്ന് ഒരാഴ്ചയ്ക്ക് മുന്നേ വരെ ഹോസ്റ്റലിനുള്ളിൽ കയറുമ്പോൾ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടിരുന്ന മക്കളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ. പക്ഷെ ഇന്ന് ഞങ്ങളുടെ കുട്ടികൾ പോലും വീക്കാണ്. ഒരു ഭയങ്കര വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അവരുടെ ഓരോ ദിവസങ്ങളും വേദനയോടുകൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അവരുടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇത് തന്നെയാണ്. കേരളത്തിലുള്ള ഓരോ നന്നായിട്ട് കഷ്ടപ്പെട്ട കുട്ടീൻ്റെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴുണ്ടാവുന്ന പ്രശ്നം ഇത് തന്നെയാണ്. ഈ സമയത്ത് സ്ട്രെസ് കൂടിയിട്ടാണ് പല കുട്ടികളും വേണ്ടാത്ത രീതിയിലുള്ള മനസ്സിൽ ചിന്താഗതി തന്നെ വരുന്നത്. ലൈഫാണ് നമുക്ക് ആദ്യം വേണ്ടത്, നമ്മുടെ കുട്ടികളെയാണ് നമുക്ക് ആദ്യം വേണ്ടത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയെല്ലാം. അതുകൊണ്ട് ഇവിടുത്തെ ഈ വൃത്തികെട്ട സിസ്റ്റം, ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ചെയ്ത് കൂട്ടിയേക്കുന്ന നമ്മുടെ മക്കളോട് ചെയ്തേക്കുന്ന നെറികേട് തന്നെയാണ് ഈ കഴിഞ്ഞ നീറ്റ് എൻട്രൻസ് എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച. ഇതിനോടാണ് നമ്മുടെ മക്കൾ ഇനി ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന പേപ്പർ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏറ്റവും നല്ലൊരു പേപ്പർ, അതായത് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾ പോലും എക്സാം കഴിയാതെ അവർ ആ ഒരു അടച്ചിട്ട റൂമുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. അവർക്ക് മൊബൈൽ ഫോണുകളോ പുറത്തു നിന്നുള്ളൊരു കമ്മ്യൂണിക്കേഷനോ ഇനി നടക്കാൻ പോകുന്നില്ല. അവരൊരു റൂമിൻ്റെ ഉള്ളിൽ മാത്രമാണ്. അതുവരേക്ക് ഒരിക്കലും ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോരില്ല. നമ്മുടെ എയർഫോഴ്സിൻ്റെ ടീമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നത്. ഇനി എവിടെയും ഒരു നോർമൽ ഒരു കൊറിയറിലൂടെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്നത്. എല്ലാത്തിനും അതിൻ്റെതായ സെക്യൂരിറ്റി, അതിൻ്റെതായ സേഫ്റ്റി. ഇനി ഒരിക്കൽ പോലും വരാൻ പോകുന്ന 21-ാം തീയതി നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ഏറ്റവും ഭദ്രമായിരിക്കും. ആ എക്സാം എഴുതിയിട്ട് നമ്മുടെ മക്കൾ റിസൾട്ടായിട്ട് വരുന്നത് നമുക്ക് കാത്തിരിക്കുക. അതിനു വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളെ ഒരു രീതിയിലും അവരുടെ ധൈര്യം ചോർന്നു പോവാതെ അവരെ കൂടെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാളെ ഏറ്റവും നല്ല മക്കൾ, ഏറ്റവും നല്ല റിസൾട്ടായിട്ട് വരുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കുക, അവരുടെ കൂടെ നിൽക്കുക. നാളെ ഈ റിസൾട്ട് ഇല്ലെങ്കിലും അവരുടെ മുന്നിൽ വേറെ കുറേ അവസരങ്ങൾ ഉണ്ടെന്ന് നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കുക. പാരൻസ് മക്കളുടെ കൂടെ നിൽക്കുക. താങ്ക് യു.